കേരള തമിഴ്നാട് അതിർത്തിയിൽ നാടുകാണിക്ക് സമീപം തമിഴ്നാട് സ്ഥാപിച്ച ടോൾ ചെക്ക് പോസ്റ്റാണിത്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലാണ് നീലഗിരി ജില്ലയിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചെടുക്കുന്നത്. തമിഴ്നാട് സർക്കാർ നിശ്ചയിച്ച നിരക്കിലും കൂടുതലാണ് ടോൾ ബൂത്തിലുള്ളവർ ഈടാക്കുന്നത്. സ്വകാര്യ കാറിനും ജീപ്പിനും മറ്റും 20 രൂപയാണ് ഔദ്യോഗിക ടോൾ നിരക്കെങ്കിലും ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് 25 രൂപ. ഈ തുക അധികമല്ലേ എന്ന് ചോദിച്ചപ്പോൾ 25 രൂപയുടെ രസീത് മടക്കി വാങ്ങി പകരം 20 രൂപയുടെ രസീത് നൽകി. പ്രൈവറ്റ് വണ്ടിക്ക് 25 ഉണ്ടോ? 20? ഈ വണ്ടി അപ്പൊ എങ്ങനെ നിങ്ങൾ ഇന്നലെ 25 വാങ്ങിയല്ലോ? ആ, നിങ്ങൾ ഓരോ വണ്ടിക്ക് ഓരോ പോലെ വാങ്ങണേ. 20. വീണ്ടും ഞങ്ങൾ പലപ്പോഴായി പല സ്വകാര്യ കാറുകളിലായി ഇതേ പരീക്ഷണം ആവർത്തിച്ചു. അപ്പോഴെല്ലാം ഈടാക്കിയത് അധിക തുക തന്നെ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ 25 തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങള് അത് കുറച്ച് 20 ആയി തന്നു. അത് പുള്ളി തന്നെയല്ലേ ആദ്യം 25 തന്നെ കുറച്ചിട്ട് നമ്മൾ ചോദിക്കാതിരിക്കുമല്ലോ. ചോദിക്കട്ടെ, നമ്മളെ ബാധ്യല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ 25 രൂപ ഞങ്ങളോട് ആദ്യം വാങ്ങിയത്. കാറുകളെ മാത്രമല്ല എല്ലാ വാഹനങ്ങളെയും ടോൾ ചെക്ക് പോസ്റ്റിൽ പിഴിയുന്നുണ്ട്. ബസ്സിന് 75 രൂപയ്ക്ക് പകരം 100 രൂപയും ലോറിക്ക് 50 രൂപയ്ക്ക് പകരം 75 രൂപയും മോട്ടോർ സൈക്കിളുകൾക്ക് 7 രൂപയ്ക്ക് പകരം 10 രൂപയും ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ ടോൾ ചെക്ക് പോസ്റ്റുകളിൽ യാത്രക്കാരെ പറ്റിച്ച് ലക്ഷങ്ങളാണ് തട്ടിയെടുക്കുന്നത്. ഔദ്യോഗിക നിരക്ക് വ്യക്തമാക്കുന്ന ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അന്യായമായ ടോൾ പിരിവിനെതിരെ നിരവധി തവണ പരാതി നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ മോൻസിക്കൊപ്പം നാടുകാണിയിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ.